ഹലോ ഗായ്സ്, അപ്പം അന്തമാൻ ട്രിപ്പിൻ്റെ 4ാമത്തെ ഡേയുമായിട്ട് ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. ഞാനിങ്ങനെ വീഡിയോ ഇടുന്നുണ്ടെന്നേ ഉള്ളൂ, ആരും വല്ല സപ്പോർട്ടൊന്നും ചെയ്യുന്നില്ല കേട്ടോ. ദയവായി എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്. അപ്പോൾ നമ്മൾ 4ാം ദിവസം ആ കോട്ടേജ് ഹോട്ടലുണ്ടല്ലോ അവിടെ നിന്ന് വെക്കേറ്റ് ചെയ്തിട്ട് ഇനി വേറെ സ്ഥലത്തേക്ക് പോവാണ്. അങ്ങനെ ഇത് കണ്ടോ, നമ്മൾ ശരിക്കും ഇത് കാണുമ്പോൾ എന്താ വിചാരിക്കാതെ നമ്മുടെ തനി നാട്ടുമ്പുറല്ലേ നോക്കിയേ. ഞാൻ ഫസ്റ്റ് ഡേ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചു, പിന്നെയൊക്കെ പറ്റിയില്ല. ശരിക്കും വാഴത്തോപ്പൊക്കെ ഉണ്ട് കേട്ടോ, വാഴയുണ്ട്, തെങ്ങുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ശരിക്കും ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലിക്ക് ചട്നി നല്ല തന്നി തേങ്ങ ഇട്ടിട്ടുള്ള ചട്നി തന്നെ കിട്ടാറ്. സാധാരണ ഞാൻ നോർത്ത് ഇന്ത്യയിലൊക്കെ താമസിച്ച ആളായതുകൊണ്ട് പറയുകയാണ്, അവിടെയൊക്കെ എന്ന് വെച്ചാൽ മറ്റേ കടലയൊക്കെ അരച്ചിട്ടുള്ള ചട്നിയാണ്, തേങ്ങ ഒരു പേരിനെ എടുത്തുള്ളൂ. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. അത് ഞാൻ ചട്നി വേണ്ടാന്ന് വെച്ചതാണ്, പക്ഷേ ശരിക്കും നോക്കുമ്പോഴാണ് തേങ്ങ തന്നെയാണെന്ന് കണ്ടത്. അങ്ങനെ അടിപൊളി ചട്നിയായിരുന്നു അത്. കാരണം തേങ്ങ ഇവിടെ നല്ലോണം കിട്ടുമല്ലോ, നോർത്ത് ഇന്ത്യയിൽ തേങ്ങ കിട്ടത്തില്ലല്ലോ. ഇതിപ്പോൾ നമ്മൾ പോകുന്നതെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ഇനിയിപ്പം ബോട്ട് കയറിയിട്ട് വേറൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പം നമ്മുടെ സാമഗ്രികളൊക്കെ എടുക്കണം. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഹോട്ടലും വെക്കേറ്റ് ചെയ്യാണ്. ഇനി വേറൊരു ഹോട്ടലിലേക്കാണ് പോകുന്നത്. അതിനൊക്കെ ഇവിടെ വണ്ടി വരും, നമ്മളെ കൊണ്ടുപോകാൻ വണ്ടി വരും. അതിന് ആളെ വിളിച്ചിട്ട് അവർ ഇന്ന ഹോട്ടലിലാണ് പോകേണ്ടത് അങ്ങനെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ പോവുക. ഇപ്പം നമ്മുടെ ബോട്ടിനാണ് വെയിറ്റ് ചെയ്യാണ്. ഇതിലൂടെ നടന്നിട്ടാണ് നമ്മൾ ഫസ്റ്റ് വരുമ്പോൾ എനിക്കിത് എടുക്കാൻ പറ്റില്ല, കാരണം ഞാൻ പറഞ്ഞില്ല അന്ന് നല്ല മഴയായിരുന്നു എന്ന്. അപ്പോൾ പെട്ടെന്ന് എല്ലാവരും ഓടിപ്പോയത്. ഇപ്പോൾ പിന്നെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടാണ് പോയത്. ഇത് നമ്മുടെ പോകേണ്ട ബോട്ടാണ് ഈ വരുന്നത്. അത് ഇപ്പോൾ അതിൽ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ആൾക്കാരുണ്ട്. അവരിങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞ് അവരുടെ ലഗേജൊക്കെ ഇറക്കി കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങളെ അങ്ങോട്ടേക്ക് കയറ്റുക. അതായത് പെർ പേഴ്സൺ ഞാൻ പറഞ്ഞല്ലോ 1200 രൂപയെങ്കിലും ഉണ്ട്. ഇതിപ്പോൾ നോക്കിയേ, ഈ ബോട്ട് കരയോട് അടുത്ത്. അപ്പം അവിടെ കണ്ടോ, ഇനിയിപ്പോൾ ഇവരുടെ സാധനങ്ങൾ ശരിക്കും പറഞ്ഞാൽ ട്രോളി ബാഗ്സ് ഒന്നും നമ്മുടെ കൂടെ വെക്കാൻ വിടത്തില്ല. അതൊക്കെ ബാക്കിൽ ഇവിടെയാണ് ബോട്ടിൽ നമ്മുടെ സാധനങ്ങൾ വെക്കുക. പക്ഷേ ഫ്ലൈറ്റിൽ വെക്കുന്ന പോലെ തന്നെ കയ്യിൽ കരുതാവുന്ന ബാഗ് മാത്രമേ നമുക്ക് കൂടെ എടുക്കാൻ പറ്റൂ. ബാക്കിയൊക്കെ ഇതുപോലെ പ്രത്യേകിച്ച് ട്രോളി എന്തായാലും അവിടെ വെച്ചേ പറ്റൂ. അങ്ങനെ നമ്മൾ കയ്യിൽ മാത്രം സാധനങ്ങളെടുത്ത് കയറുകയാണ്. നമുക്ക് തന്നെ ഉണ്ട് ഒരു 3-4 ബാഗ്. കാരണം നമ്മുടെ ഈ 5-6 ദിവസത്തെ ഡ്രസ്സ് എടുക്കുക വെച്ചാൽ 4 പേരുടെ ആകുമ്പോൾ എത്ര ഡ്രസ്സ് ഉണ്ടാവും. അതുപോരാതെ പിന്നെ നൈറ്റ് ഇടാനുള്ള ഡ്രസ്സുകൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ തന്നെ കുറേ ഡ്രസ്സാവുമല്ലോ. അപ്പം ഇതിപ്പോൾ കിളിപോയ പോലെ ഇരിക്കുന്നത് വെച്ചാൽ തെറ്റത്തായിരുന്നു സീറ്റ് കിട്ടിയത്. അപ്പം നല്ല ഇളക്കമുണ്ടായിരുന്നു. അപ്പോൾ എന്തോ ഒരു തലയൊക്കെ കറങ്ങുന്ന പോലെയൊക്കെ ഒരു ഫീലായിരുന്നു. അതെന്ന് വെച്ചാൽ കാരണം നല്ല സ്പീഡ് പോകുന്ന സംഭവമല്ലേ, അതും വെള്ളത്തിലേക്ക് കൂടി. അങ്ങനെ ഞങ്ങളിപ്പം അടുത്ത സ്റ്റേഷനല്ല അടുത്ത ഒരു ദ്വീപിലെത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് നമുക്ക് പോകേണ്ട വണ്ടി വരും. ആ വണ്ടിയിൽ കയറിയിട്ട് നമ്മൾ പോകണം. ഇത് നോക്കിയാൽ ശരിക്കും വെള്ളത്തിൻ്റെ കളർ നോക്കിയാൽ ഞാനിങ്ങനെ പറയാറ് വെറുതെ അല്ല, നമ്മൾ കളറൊക്കെ ചെയ്യുമ്പോൾ നല്ല നീല കളറിലല്ലേ നമ്മൾ കളർ ചെയ്യുക, അതുപോലെ തന്നെയാണ് ഇതിപ്പം നമ്മൾ ഇനി താമസിക്കാൻ പോകുന്ന കോട്ടേജാണ്. പക്ഷേ ഒരു അബദ്ധം പറ്റിയതെന്ന് വെച്ചാൽ നമ്മൾ ഈ പാക്കേജിൽ കാണിച്ചു തരുമല്ലോ ഓരോ ഹോട്ടൽ, അതായിരുന്നില്ല. എന്നിട്ട് നമ്മൾ അവരെ ഏജൻറ്റിനെ വിളിച്ച് ചോദിച്ചു എന്തുകൊണ്ട് നമുക്ക് ആ ഹോട്ടലിൽ തന്നില്ല. അപ്പോൾ അവർ സോറി പറഞ്ഞു. അവിടെ നിന്ന് പിന്നെ വീണ്ടും നമ്മളെ ആ പറഞ്ഞ ഹോട്ടലിൽ എത്തിച്ചു. ഇതാണെങ്കിൽ നല്ല സൂപ്പർ, ഇതുവരെ താമസിച്ചാൽ ഏറ്റവും സൂപ്പർ ഹോട്ടൽ എന്ന് വെച്ചാൽ ഇതായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ എന്ന് വെച്ചാൽ അത്രക്കും പൊളിയാണ്. ഇത് തൊട്ടപ്പുറത്ത് തന്നെ കടൽ അങ്ങനെയൊക്കെ ആയിട്ട് നല്ല അടിപൊളി. എന്താ ഒരു രസം എന്നറിയോ. അവിടെ തന്നെ ഉണ്ട് കറങ്ങാൻ ഇഷ്ടം പോലെ. ശരിക്കും നമ്മൾ കറങ്ങാൻ ഇവിടെ തന്നെ ഈ ചുറ്റുവട്ടത്ത് തന്നെ കറങ്ങി ഇങ്ങനെ ഇരിക്കാൻ തോന്നും. അപ്പം അവർ നമ്മളെ വെൽക്കം ഡ്രിങ്കൊക്കെ തന്ന് സ്വീകരിച്ച്, ഇതാണ് അതിൻ്റെ റിസപ്ഷൻ. അപ്പം ഇവിടെ നിന്ന് നമ്മൾ റൂമിൽ നമ്പറും ഐഡൻറ്റിറ്റി കാർഡും ആധാർ കാർഡും അതൊക്കെ കാണിച്ചിട്ട് ഇതാണ് റൂം. അടിപൊളി റൂമാട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. ഇതാണ് റൂം. പിന്നെ ഹെയർ ഡ്രയർ ഒക്കെ ഉണ്ട്. അത് ഇപ്പോൾ ഒട്ടുമിക്ക ഹോട്ടലിലും വെക്കുന്നുണ്ട്. അപ്പം ഇതാണ് റൂം. നല്ല ബെഡും സോഫ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഇവിടുന്ന് ഒരു ഗ്ലാസ്സാണ്. പെട്ടെന്ന് നോക്കുമ്പോൾ നമ്മൾ വീഴാൻ പോകുന്ന പോലെ ഉണ്ടാവും പെട്ടെന്ന് നോക്കുമ്പോൾ. പിന്നെ ഇവിടെ ഒരു ചെറിയ ബാൽക്കണി ഉണ്ട്. ഈ ബാൽക്കണിയിലോട്ട് നോക്കുമ്പോൾ നോക്കി എന്ത് രസമാണ് അറിയോ കാണാൻ. അപ്പുറത്തെ ഇവരുടെ റൂം അപ്പുറത്ത് തന്നെയാണ്. അപ്പം അവർ അവിടെ പോയി ഇരുന്നതാണ്. ഇതൊക്കെ എന്തൊരു ഭംഗിയാണ് കാണാൻ. നോക്കിയേ
എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ ഹോട്ടൽ. പിന്നെ നമ്മൾ ഉച്ചക്ക് ഫുഡ് കഴിക്കാൻ അവിടെ ഇരുന്ന്. ഇവിടെ എന്ന് വെച്ചാൽ ഫുഡിനൊക്കെ ഭയങ്കര റേറ്റാണ് കേട്ടോ. എപ്പോഴും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുകൊണ്ട് നേരത്തെ ഓർമ്മിച്ചിട്ട് എടുത്തതാണിത്. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഫുഡ് ഇതിനൊക്കെ ഭയങ്കര റേറ്റാണ്. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയുക വെച്ചാൽ 10-15 രൂപേൻ്റെ ഐസ്ക്രീമിന് അവിടെ 50 രൂപയാണ് വില. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ എന്തുമാത്രം റേറ്റ് ഉണ്ടെന്ന്. ഓരോ സാധനത്തിനും അവിടെ ഇരട്ടിയിലും അധികമാണ് പൈസ. കാരണം കടലിൻ്റെ നടുക്കല്ലേ സംഭവം. അപ്പോൾ അവർക്കതൊരു റീസൺ ഉണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടണമെങ്കിൽ കൊടുത്തേ പറ്റൂ. നമുക്ക് ഫുഡ് കഴിക്കണം, ഭക്ഷണം കഴിക്കണമെങ്കിൽ കൊടുത്തേ പറ്റൂ. പിന്നെ കാര്യമായിട്ട് മെനു ഒക്കെ നോക്കിയിട്ട് ഓരോന്ന് ഓർഡർ ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ എന്തൊക്കെയാണ് ഓർഡർ ചെയ്തതെന്ന് വെച്ചാൽ ഫിഷ് ബിരിയാണി, സ്റ്റീം റൈസ്, പിന്നെ ചിക്കൻ കറി, പിന്നെ നൂഡിൽസ്. ഇച്ചുവാണെങ്കിൽ വെറും നൂഡിൽസ് കഴിച്ചിട്ടുണ്ടായിരുന്നു. നൂഡിൽസ് പിന്നെ ഒരു ബിരിയാണി, അങ്ങനെയായിരുന്നു ഓർഡർ ചെയ്തിരുന്നത്. പിന്നെ അതൊക്കെ കഴിച്ച് പിന്നെ ഹോട്ടലിൻ്റെ ഞാൻ പറഞ്ഞല്ലോ അവിടുത്തെ ചുറ്റുപാടുകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. വല്ലാതൊരു ഇഷ്ടമായി. അവിടെ തന്നെ ഒരുപാടുണ്ട്, വലിയ സ്ഥലമാണ് കേട്ടോ അത്. ഒരുപാട് ചെറിയ ചെറിയ ഹോട്ടൽസ് ഉണ്ട്. അതിനെല്ലാം വിത്ത് ബാൽക്കണിയാണ്. അപ്പം ഇതതിൻ്റെ സ്വിമ്മിംഗ് പൂൾ, അത് മെയിൻ്റനൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ എന്നിട്ട് ഇതുകൊണ്ട് ഇങ്ങനെ പോയി നോക്കി ചിത്രം വരച്ച പോലെ. ഞാൻ അവിടുന്ന് വീഡിയോ എടുക്കുമ്പോഴേ പറഞ്ഞു, നല്ല പിക്ചർ വരച്ച ഒരു സീനറി പോലത്തെ ഒരു സംഭവം. അത്ര നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഇതാണ് അതിനോട് ചേർന്ന കടലാണ്. പിന്നെ നമ്മൾ അത് കഴിഞ്ഞിട്ട് നേരെ പോയത് എന്ന് വെച്ചാൽ ഒരു ബീച്ച് തന്നെയാണ്. പക്ഷേ എല്ലാ ബീച്ചിലും പൂഴി മണലല്ലേ ഉണ്ടാവുക. ഈ ബീച്ചിൽ നല്ല റോക്സ്, കാരണം പാറക്കല്ലുകൾ. ആ പാറക്കല്ലാണ് മൊത്തം. ഒരൊറ്റ പൂഴി അവിടെ കാണാൻ പറ്റത്തില്ല. നോക്കിയേ, ഇത് മൊത്തം എന്ന് വെച്ചാൽ നിങ്ങൾക്കിപ്പോൾ ചിലപ്പോൾ ചെളിയായിട്ടൊക്കെ തോന്നാം. അതൊന്നല്ല, ഇത് ശരിക്കും കല്ലാണ്. ഈ കല്ലുമ്മലൂടെ കൂടി കണ്ടോ, ഇത് ചെളിയല്ല കേട്ടോ, കല്ലാണ്. ഈ കല്ലുമ്മല കൂടിയാണ് നമ്മൾ ചവിട്ടിയിട്ട് അങ്ങോട്ട് പോകുക. ഇത് കാണാൻ വേണ്ടി പോകണം. അപ്പം ഇതിൻ്റെ ഉള്ളിലൊക്കെ ക്രാബും മീനും ഒക്കെ ഉണ്ട്. പലതരം മീനൊക്കെ ഉണ്ട്. പക്ഷേ സൂക്ഷിച്ച് നടക്കണം, അല്ലെങ്കിൽ പണി കിട്ടും. അത്രയ്ക്കും സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ ഇതെന്താ വെച്ചാൽ ഇത് നടക്കാൻ പറ്റിയൊരു കല്ലൊന്നല്ല, എന്നാലും സൂക്ഷിച്ച് നടക്കണം. അപ്പം ചെരുപ്പ് നനക്കാതെ സൂക്ഷിക്കണം. ചെരുപ്പ് നനഞ്ഞാൽ പണി പാളും. അപ്പോൾ ഇത് നോക്കിയേ, ഫുള്ള് കല്ലാണ്. കല്ലിൽ കൊണ്ടുണ്ടായ ഇതുവരെ കാണാത്തൊരു സംഭവമാണ് കിട്ടിയത്. ഇത് കണ്ടോ, ഈ ഒരു വ്യൂ അന്തമാൻ നടിക്കുമ്പോൾ വരുന്ന എല്ലാ ഇതിലും ഉണ്ടാവും. അന്തമാൻ്റെ ആ ഒരു വ്യൂ ആണത്, ആ സീനറി. നിങ്ങളിപ്പോൾ ഗൂഗിളിൽ അടിച്ച് നോക്കിയാലും അത് കാണാൻ പറ്റും. അപ്പോൾ ഇതാ നോക്കിയേ, വെള്ളം, ഇതിനുള്ളിലൊക്കെ മീനുണ്ട് കേട്ടോ. പക്ഷേ പുറത്തേക്ക് വരുന്നില്ല. ചിലപ്പോൾ വരും. അങ്ങനെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. എന്തെടുത്താലും കാണാൻ പറ്റത്തില്ല, ക്ലിയർ ഉണ്ടാവില്ല. ഇച്ച് കളിക്കുന്നുണ്ട്. നല്ല ക്ലിയറായ വെള്ളമാണ്. എത്ര നമ്മൾ ഇറങ്ങേണ്ട വെച്ചാലും ഇറങ്ങിപ്പോവും. ഇത് കടലിലെ വെള്ളം തന്നെയാണ് കേട്ടോ. ഇത്രയും ക്ലിയറുള്ള വെള്ളം നോക്കിയേ. ഭയങ്കര കാറ്റായിരുന്നു, നല്ല ഭംഗിയുള്ള, ഭയങ്കര രസമായിരുന്നു അവിടെ. പക്ഷെ ആ കല്ലായത് കൊണ്ട് നടക്കാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എനിക്ക് പ്രത്യേകിച്ച് ഒരു ബുദ്ധിമുട്ട്. ആ മീൻ കണ്ടോ, വിനീഷേട്ടൻ്റെ കയ്യിൻ്റെ എതിരായിട്ട് പോകുന്നത് ഇങ്ങനെ വരും ഇടയ്ക്കിടയ്ക്ക്. ഒരുപാട് മീനുണ്ട്. നല്ല രസമുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ മീനിനെയൊക്കെ കണ്ടിട്ട് എവിടെയൊക്കെ ഉണ്ട്. ക്രാബ് ഉണ്ടായിരുന്നു ഇങ്ങനെ വരുന്നത്. അപ്പം ഇച്ചു ഉണ്ട് എന്നിട്ട് കൈയിട്ടിട്ട് മീനെ പിടിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെയെന്ന് വെച്ചാൽ നല്ല എന്താ പറയുക, ഈ ആദ്യത്തേത് നമ്മളിങ്ങനെ കാണുമ്പോൾ ഭയങ്കര ഒരു ഇതായിരുന്നു. പെട്ടെന്ന് ഈ കല്ലിങ്ങനെ കണ്ടപ്പോൾ ഭയങ്കര ഇതാരാ, ഞാൻ വിചാരിച്ചു ഇതാരാ, ഇത് ഞാൻ തന്നെയാണ്. എന്താ വെച്ചാൽ കാറ്റിന് എൻ്റെ മുടിയൊക്കെ പാറിപ്പറന്ന ഒരു രൂപമാണ് കണ്ടത് നിങ്ങൾ. അപ്പോൾ ഇങ്ങനെ ഒരു പാറയൊക്കെ കാണുമ്പോൾ തന്നെ ഭയങ്കര അതിശയപ്പോയി. ഇങ്ങനെയൊക്കെ ഉണ്ടല്ലേ കടലിൻ്റെ ഇവിടെയൊക്കെ ഇങ്ങനെയൊക്കെ പാറകൾ. നമ്മൾ സാധാരണ മണൽ മാത്രമല്ലേ കാണുന്നുള്ളൂ. ഇതിപ്പം അതിന് തൊട്ട് നമ്മുടെ അവർ നമ്മളെ ഹോട്ടലിൻ്റെ അടുത്ത് ഡ്രോപ്പ് ചെയ്തു. പക്ഷേ ഹോട്ടലിൻ്റെ അടുത്ത് തന്നെ ഞാൻ പറഞ്ഞല്ലോ കടലുണ്ടെന്ന്. അപ്പോൾ അവിടെയും കൂടി ഒന്ന് പോയതാണ്. വൈകുന്നേരം എല്ലാവരും പോയിരിക്കും. അവിടെ വലിയ ഇതൊന്നുമില്ല. ഇതുപോലെ നമ്മളെ സാധാരണ പൂഴിമണലാണ്. അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത് അവിടെയും ഇങ്ങനെ ബോട്ടൊക്കെ പോകുന്നുണ്ട്. പിന്നെ ഇത് എല്ലാവരും വന്നിരിക്കുന്നതാണ്. ഇച്ചു എന്തോ ഉണ്ടാക്കുന്നതെന്ന് അറിയില്ല. അവൻ കുറേ നേരം ഇതിന് മുകളിൽ കളിക്കുകയായിരുന്നു. പിന്നെ വീടുണ്ടാക്കുന്നതെന്നോ എന്തോ പറഞ്ഞു. അവൻ്റെ എന്നെ വീഡിയോ എടുക്കണേ, ഇത് വീഡിയോ എടുക്കണേ എന്ന് പറഞ്ഞ്. പിന്നെ ഇവൻ്റെ വീടുണ്ടായി തീരാൻ വേണ്ടി കുറേ നേരം നമ്മൾ അവിടെ പോസ്റ്റായിരുന്നു. ഇവനാണെങ്കിൽ വീടുണ്ടാവുന്നുമില്ല. ഇവൻ്റെ വീട്ടിൽ നാളെയാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഉണ്ടാക്കുന്നത്. അതിനിടയിൽ വീട് തകർക്കാനുള്ള പല ശ്രമങ്ങളും നടക്കുന്നുമുണ്ട്.
പക്ഷെ അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. അങ്ങനെ കുറേ നേരം അവനെ കാത്തത്, പിന്നെ ഒന്നും ആവാത്തതുകൊണ്ട് നമ്മൾ മെല്ലെ അവനെ വിളിച്ചിട്ട് തിരിച്ച് പോവാ പറയായിരുന്നു. അവൻ്റെ വീടിനെ തകർത്ത് കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇത് വീടല്ല, ശരിക്കും ഞാൻ പറഞ്ഞത് കേക്കിൻ്റെ ഒരു രൂപം പോലെ ആയി. നീ എന്തിനാ റൗണ്ടിൽ വീടെടുക്കുന്നതിനൊക്കെ ഇങ്ങനെ ചോദിച്ചു. എന്തായാലും നല്ല രസമായിരുന്നു. വൈകുന്നേരം അവിടെ വന്ന് ചെന്നിരിക്കാൻ വേണ്ടി നല്ല കാറ്റും. ഇത് കണ്ടോ, സീനറി കണ്ടോ? അത് ശരിക്കും സീനറി എന്ന് പറയും, സീനറി പോലെ ഇല്ലേ ഇത് ശരിക്കും കാണാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളി സ്ഥലമായിരുന്നു അത്. പിന്നെ അവിടുന്ന് കുറച്ച് നടക്കുമ്പോൾ തന്നെ നല്ല ഷോപ്പും നല്ല തട്ടുകടയും അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരു ചായ കുടിക്കാലോ എന്ന് കരുതി അവിടെ വന്നത്. പക്ഷെ അവിടെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ഷോപ്പുകളും ഉണ്ട് കേട്ടോ, നല്ല നല്ല ഷോപ്പുകളുണ്ട്. പിന്നെ ഇതാ ബനാന ലീഫ് ഫിഷ് ഗ്രിൽ. ഞാൻ അതൊക്കെ പറയുന്നതൊക്കെ ഈ ഇലയിൽ, നമ്മുടെ വാഴ ഇലയിൽ മീൻ പൊരിക്കുന്ന സംഭവം. അപ്പം ഇവിടെ പേളിൻ്റെ കുറേ ഐറ്റംസ് ഉണ്ട്, മാലകൾ, ഷെല്ലുകൾ. പക്ഷെ നല്ല റേറ്റാണ് കേട്ടോ, ഭയങ്കര റേറ്റാണ്. അവിടെ തന്നെ ഒരു ലേസിന് തന്നെ ഈ 15 രൂപയുടെ ലേസിന് തന്നെ 25 രൂപ. ആ ഒരു നിരക്കിലാണ് സംഭവങ്ങൾ നടക്കുന്നത് ഇവിടെ, അങ്ങനെയാണെന്ന് അവർ പറയുന്നത്. പിന്നെ അവിടെ നിന്ന് ഒരു ഫിഷ് ഫ്രൈ വാങ്ങിച്ചു, ഇവർ രണ്ടുപേരും കഴിച്ച്. നമ്മൾ ലേസ് കഴിക്കാൻ, ലേസാണ് കഴിക്കുന്നത്. അതിലിടയിൽ അവിടെ കുറേ പട്ടികളും ഉണ്ട്. ഈ ഫിഷിൻ്റെ ഏരിയ ആകുമ്പോൾ പട്ടികൾ ഇഷ്ടംപോലെ ഉണ്ട് ഈ അന്തമാൻ ഇതിൽ. കാരണം ടൂറിസ്റ്റുകൾ ഉണ്ടാകുമ്പം അവർ കൊടുക്കുന്ന ഫുഡ് കൊടുക്കുമ്പോൾ അവർ വന്നു നോക്കിക്കൊണ്ടിരിക്കുമല്ലോ, അതുപോലെ അങ്ങനെ. അപ്പം ഏകദേശം രാത്രി ആയി കഴിഞ്ഞു. എല്ലാം കറങ്ങിയിട്ട് നമ്മൾ ഹോട്ടലിലെത്തുമ്പം ശരിക്കും നടന്നു വരുന്നതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് വീഡിയോസൊക്കെ എടുക്കാൻ പറ്റി. ഇതിപ്പം ബാൽക്കണിയിൽ വന്നിരുന്നത്, ബാൽക്കണിയിലുള്ള നിന്നുള്ള വ്യൂ ആട്ടോ ഇത്. ബാൽക്കണി, അവിടെ ഒരു ഊഞ്ഞാലുണ്ട്, കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ പാർക്ക് ഉണ്ട്. പിന്നെ എന്താ പറയുക, കപ്പിൾസിനൊക്കെ പോയി ഇരിക്കാൻ പറ്റുന്ന നല്ല നല്ല പ്ലേസുകളുണ്ട്. അങ്ങനെ ഇത് രാത്രി കുളിയൊക്കെ കഴിഞ്ഞിട്ട് ബാൽക്കണിയിൽ ഇരുന്നതാണ്. കാരണം എന്തോ നല്ലൊരു ഫീല് അവിടെ പോയപ്പം, എന്തോ ഒരു നമ്മളെ വീട്ടിലെത്തിയൊരു ഫീല്. നല്ല രസമുണ്ട്, നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു ആ രാത്രി അവിടെയുള്ള ആ ഇരുത്തം. പിന്നെ ഇനി നമ്മൾ പോകാൻ പോകുന്നത് വെച്ചാൽ ഫുഡ് കഴിക്കാനാണ്. അപ്പോൾ ചപ്പാത്തി, നൂഡിൽസ്, ചിക്കൻ കറി അങ്ങനെയൊക്കെയാണ് ഓർഡർ ചെയ്തത്. ഇച്ചു പിന്നെ നൂഡിൽസ് തന്നെയാണ് അവൻ്റെ. പിന്നെ സ്റ്റീം റൈസും വാങ്ങായിരുന്നു. അങ്ങനെ ഇതാണ് രാത്രിത്തെ നമ്മുടെ ഫുഡ്. ആകെ ടയേർഡായി, കുറേ കറങ്ങിയല്ലോ, രാവിലെ കറങ്ങനെയാണ്, ഒരു സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലത്തേക്ക് വരിക അങ്ങനെയൊക്കെ. അപ്പം ഇന്ന് നൈസുവിനോട് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പം കൊള്ളാം അങ്ങനെ പറയുന്നുണ്ട്. ഇതിനൊക്കെ ഇരട്ടി പൈസയാണ്, നമ്മുടെ നാട്ടിലേക്കുന്നതിന് ഇരട്ടി പൈസയാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ആരും ഒന്നും സപ്പോർട്ടൊന്നും ചെയ്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ വീഡിയോ കാണുന്ന പോലെ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യണേ. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബൈ.